വിശുദ്ധ കുർബാന സ്ഥാപിക്കപ്പെട്ടത് മനുഷ്യൻ്റെ പദ്ധതിയുടെ ഭാഗമായല്ല, പ്രത്യുത ദൈവിക പദ്ധതിയാണ്. ഈ ബോധ്യം ചോർത്തിക്കളയും വിധം തെറ്റായ പ്രബോധനം നൽകുന്നവരുണ്ട്. അവർക്കെല്ലാം ദൈവ കരുണ ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കുർബാനയിൽ കർത്താവില്ല, അത് വെറും ഓർമ്മ മാത്രമാണ് എന്നൊക്കെ തെറ്റായി പഠിപ്പിക്കുന്നവർ. യേശുവിൻ്റെ മുഴുവൻ ജീവിതവും വിശുദ്ധ കുർബാനയായി കർത്താവ് നമുക്ക് തരുന്നു. യേശു തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനായി കുരിശുമരണം വരെ അനുസരണയുള്ളവനായി പിതാവിൻ്റെ ഹിതം അനുസരിച്ച് പരിശുദ്ധാത്മാവിന് പ്രചോദനം വഴി പ്രവർത്തിക്കുകയും ചെയ്തു. പിതാവ് പരിശുദ്ധാത്മാവിലൂടെ എന്തെല്ലാം ചെയ്യുവാൻ പറഞ്ഞുവോ അവ മാത്രമാണ് യേശു ചെയ്തത്. നമ്മൾ അങ്ങനെയാണോ സഹോദരങ്ങളെ? കർത്താവ് ചെയ്യാൻ പറഞ്ഞത് മാത്രമാണോ നാം ചെയ്യുന്നത്? ബൈബിളിൽ അനുശാസിക്കുന്ന ഡൂസ് ആൻഡ് ഡോൺസ്, ഗൈഡ് ലൈൻസ്, പോളിസി ഗൈഡ് ലൈൻസ് ഫോർ ആർ സോൾ ആണോ നാം അനുവർത്തിക്കുന്നത്? നാം അനുസരണയുള്ളവരാണോ? ചിന്തിക്കാം. പിതാവ് പരിശുദ്ധാത്മാവിലൂടെ പറഞ്ഞത് മാത്രം കർത്താവ് ചെയ്തു. അതായത് ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന ഈശോയുടെ കൽപ്പനയ്ക്ക് പിന്നിലും പിതാവും പരിശുദ്ധാത്മാവുമാണ് ഉള്ളത്. യേശുവിൻ്റെ ജീവിതം മുഴുവൻ വിശുദ്ധ കുർബാനയിൽ അവതരിപ്പിക്കപ്പെടുന്നു. വിശുദ്ധ കുർബാനയെക്കുറിച്ച് വെളിപ്പെടുത്തൽ തുടർന്ന് ശ്രദ്ധിക്കുക. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രം എടുത്ത് കർത്താവ് അരുളി ചെയ്തു, ഇത് എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. പുതിയ ഉടമ്പടി ശ്രദ്ധിക്കുക. ഈ പുതിയ ഉടമ്പടിയിലെ അംഗങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. കർത്താവ് തുടർന്ന് പറഞ്ഞു, നിങ്ങളിത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ. 1 കൊറിന്ത്യർ 11:25 നാം ഇത് വായിക്കുക. ഈശോയ്ക്ക് നമ്മോടുള്ള അനന്തമായ സ്നേഹത്തിൻ്റെ വ്യക്തമായ തെളിവും അടയാളവും അവിടുന്ന് വിശുദ്ധ കുർബാനയിൽ അനുദിനം നൽകുന്നുണ്ട്. പരിശുദ്ധാത്മാ അഭിഷേകം നമുക്ക് വിശുദ്ധ കുർബാനയിൽ കൂടി തുടർന്നും ലഭിക്കുന്നു. പാപക്ഷമ അവിടുന്ന് നൽകുന്നു. വിശുദ്ധ കുർബാനയിലൂടെ അവിടുത്തെ രണ്ടാമത്തെ ആഗമനം വരെ ദിവസവും നാം കർത്താവിൻ്റെ ഉയർപ്പും മരണവും ഉത്ഥാനവും നാം പ്രഖ്യാപിക്കുന്നു. 1 കൊരിന്ത്യർ 11:26. ഈ ശുശ്രൂഷ അവിടുത്തെ രണ്ടാം വരവ് വരെ കത്തോലിക്ക സഭയ്ക്ക് തുടരേണ്ടതായിട്ടുണ്ട്. യേശുവിൻ്റെ 12 സ്ത്രീന്മാരുടെ തുടർച്ചയാണ് ഇപ്പോഴുള്ള മെത്രാന്മാർ. മാർപ്പാപ്പയാകട്ടെ പത്രോസിൻ്റെ പിൻഗാമിയും. അവരുടെ കൈവപ്പ് വഴിയാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനുള്ള അധികാരം പുരോഹിതന്മാർക്കും കൈവരുന്നത്.